ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് ഈ ചായ മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊല്ലങ്ങളായി, ഏകദേശം പറഞ്ഞാൽ ഒരു 3-4 കൊല്ലങ്ങളായിട്ട്. അതിനു മുമ്പ് ചായ തീരെ കുടിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് നോക്കിയപ്പോഴാണ് താഴെ കണ്ടോ ഒരു കുമ്പളങ്ങ തന്നെ ഉണ്ടായിട്ട് അത് മരത്തിൻ്റെ മേലെ കയറി ഉണ്ടായി അത് തൂങ്ങി വന്നപ്പോഴാണ് നമ്മളത് നോട്ടീസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാലത്ത് എനിക്ക് ചെടിപ്രാന്തുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച് വെച്ച എൻ്റെ ഇൻഡോർ പ്ലാനാണ് എൻ്റെ ഉമ്മ വെയിൽ കൊള്ളാൻ വേണ്ടി മതിലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളത്. ആഹാ, എന്താല്ലേ. അപ്പോൾ ഈ ഒരു പോട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഇന്നലെ മിസ്റ്റർ DIY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഡെക്കേഴ്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ് കേട്ടോ. എന്തോ 60-70 രൂപ എന്തേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മുറ്റത്തുള്ള ഒരു ചെറിയൊരു പ്ലാന്റ് ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ടേബിൾ ഡെക്കർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനിടയിൽ ചായക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ ഇന്നലെ ഉണ്ടാക്കിയ പുഡിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, ഫ്ലോപ്പായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഉമ്മ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 1-2 സ്പൂണൊക്കെ കഴിച്ചു കേട്ടോ, പാവം. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ആ ഒരു പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിലൊരു ബേബി പ്ലാന്റ് ഉണ്ടായിരുന്നു, അതും അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിനിടയിലും ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ചെടി നോക്കലും അത് എങ്ങനെയാണ് എൻ്റെ ചെടി ഭ്രാന്ത് മാറിയത് എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ.